ഹായ് ഫ്രണ്ട്സ്, ടെക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എസ്പെഷ്യലി CCTVയുടെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റലേഷൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ഉണ്ട്. അതെന്ന് വെച്ചാൽ അത് മുഴുവൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടില്ല, എഡിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാത്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ട് ഇടാത്തത്. അത് വരും, 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ അത് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് അതിനിടയിൽ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, എനിക്കൊരു വെരിഫോക്കൽ ക്യാമറ കിട്ടി, ഹൈക്വിഷൻ്റെ ഒരു വെരിഫോക്കൽ ക്യാമറ. ഇതിൻ്റെ വയർ ആരോ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത പാകാക്കിയത്, അതായത് തീരെ ഉപയോഗിക്കാൻ വയ്യാത്തൊരു കണ്ടീഷനിലാക്കി. കാരണം ഈ വയറില്ലാതെ ഈ ക്യാമറ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ക്യാമറ അഴിച്ച് ഈ പുതിയ വയർ ഇടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ക്യാമറ മൊത്തത്തിൽ അഴിച്ചിട്ട് ഈ വയർ നമുക്ക് എങ്ങനെ ഇടണമെന്ന് നോക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു വിലയുള്ള ക്യാമറയാണ്, വില കൂടിയ ക്യാമറയാണ്, അത്യാവശ്യം നല്ല ഫങ്ഷനിങ്ങുള്ള ക്യാമറയാണ്. പക്ഷേ ആരോ ഇത് നശിപ്പിച്ചതാണ്. അപ്പോൾ നമുക്കിതിന് തിരിച്ച് ആ വയർ ഇട്ടിട്ട് ഇത് തിരിച്ച് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആ വീഡിയോ ആണ്, നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ ക്യാമറ അഴിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇത് ഓൾറെഡി സ്ക്രൂ ലൂസായിട്ടിരിക്കുകയാണ്. എനിക്ക് അതിൻ്റെ ഇത് പോയിട്ടുണ്ടെന്ന്. ഓക്കെ, ഇവിടെ കട്ടായി പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് എളുപ്പത്തിൽ പോന്നു. ഫ്രണ്ട്സ്, വരുന്നത് ഈ 4 ഹോളിനകത്താണ് മെയിനായിട്ടുള്ള സ്ക്രൂ വരുന്നത്. അതാണ് സത്യത്തിൽ അഴിച്ചെടുക്കേണ്ടത്. ഇത് ലെൻസിൻ്റെ സ്ക്രൂ ആണെന്ന് തോന്നുന്നു, അത് അഴിക്കേണ്ട കാര്യമില്ല. ഈ 4 ഹോളിനകത്ത് വരുന്നതാണ് നമ്മൾ അഴിച്ചെടുക്കേണ്ട സ്ക്രൂ. വളരെ ആഴത്തിലാണ് സ്ക്രൂ കിടക്കുന്നത്, ഇത്രയും ആഴത്തിലാണ് സ്ക്രൂ കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അഴിച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെരിഫോക്കൽ ക്യാമറയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ഇതിൻ്റെ വെരിഫോക്കൽ എന്ന് പറയുന്നത് നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ക്യാമറയാണ്. അതായത് 2.8 to 12 mm ലെൻസ് ഫോക്കസ് വരെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. 2.8 to 12 mm വരെയുള്ള ഫോക്കസ് നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്ക്രൂസ് ആണ് ഈ കാണുന്നത്, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബുകളാണ് ഈ കാണുന്നത്. ഇതിൽ ഒരെണ്ണം ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനും മറ്റൊന്ന് അതിൻ്റെ സൂം ചെയ്യാനുള്ളതാണ്. അങ്ങനെ 2 നോബുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ ക്യാമറ ലൈവ് ആയതിനു ശേഷം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അത് ഫ്രണ്ട്സ്, ഇത് അതിനകത്തുള്ളൊരു സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റാണ്. ഇത് മിക്കതും മോയ്സ്ചർ ഇതിനകത്ത് കടന്നാൽ അത് സർക്യൂട്ടിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക, സിലിക്ക ജെല്ലിൻ്റെ പാക്കാണിത്. ഇത് നിർബന്ധമായിട്ട് അതിൽ തിരിച്ചിടണം. നമ്മൾ ക്യാമറ അഴിച്ച് ശരിയാക്കി ഫിക്സ് ചെയ്യുമ്പോൾ ഇത് തിരിച്ച് ഇതിനകത്ത് എന്തായാലും നിർബന്ധമായിട്ട് ഇടണം. ഇത് ഇടാതിരിക്കരുത്. കാരണം മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിലിക്ക ജെല്ല് ഇതിനകത്ത് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അഴിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും നമ്മൾ ഈ ക്യാമറ ഇതുവരെ അഴിച്ചു. അപ്പോൾ നമുക്കിത് മൊത്തത്തിലൊന്ന് അഴിച്ച് ഇതിൻ്റെ ഒരു അകത്തെ എന്തൊക്കെയാണ് സംവിധാനങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനപ്പോൾ ഇത് മൊത്തത്തിൽ അഴിക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇത് അഴിക്കാം. ഇതിൻ്റെ സർക്യൂട്ട് CCD ഡിവൈസൊക്കെ വരുന്നത് ഇതിനകത്താണ്. കാരണം ക്യാമറയുടെ അകത്താണ് വരുന്നത്. CCD എന്ന് പറയും, ചാർജ് കപ്പിൾ ഡിവൈസ് എന്ന് പറയും. അതാണ് സത്യത്തിൽ ഇമേജ് കളക്ട് ചെയ്തിട്ട് സിഗ്നലാക്കി നമുക്ക് വീഡിയോ സിഗ്നലാക്കി തരണത്. അതിനായിട്ട് ഇതിനകത്തൊരു IC ഉണ്ട്, CCD ഡിവൈസ് എന്ന് പറയും. ആ ഡിവൈസാണ് അത് ചെയ്യണത്. അപ്പോൾ അത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത്.
യെസ്, ഈ നോബ് ഊരിയാൽ മാത്രമേ അത് പോരുള്ളൂ. ഫ്രണ്ട്സ്, ഓക്കെ ഫ്രണ്ട്സ്, ഞാനപ്പോൾ ഈ ക്യാമറ അഴിച്ചു. ഇത് അതിൻ്റെ വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ള ഗ്യാസ്കറ്റാണ്. ക്യാമറ അഴിക്കുമ്പോൾ ഇതൊക്കെ തിരിച്ചിടാൻ എന്തായാലും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. കാരണം ഇതിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം കയറി ക്യാമറ നാശമായി പോവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ക്യാമറയുടെ ഉൾഭാഗം ഞാൻ അഴിച്ചെടുത്തു. ക്യാമറയ്ക്ക് പഴക്കം കൊണ്ട് പലതും പൊട്ടിപ്പോയിട്ടുണ്ട് ക്യാമറയുടെ അകത്ത്, അതൊക്കെ കാണാം. പല ഭാഗങ്ങളും പൊട്ടിപ്പോയി. അതിൻ്റെ ഉള്ളിലത്തെ മെക്കാനിസം വെരിഫോക്കൽ ക്യാമറയുടെ അകത്തുള്ള മെക്കാനിസമാണത്. ഇതിൻ്റെ IR ലെൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു റിലേ ഉണ്ട്. ഇതിൻ്റെ IR ഫിൽറ്റർ കൺട്രോൾ ചെയ്യാനുള്ളൊരു റിലേ ആണ്. അതായത് IR ഓൺ ആകുമ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ഒരു പോളറൈസിങ് ഒരു ഗ്ലാസ് ലെൻസിന് മുമ്പിലേക്ക് വന്ന് വീഴും. അപ്പോഴാണ് ഇൻഫ്രാറെഡ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. അതിനുള്ള ഒരു റിലേ ആണ് ഈ കാണുന്നത്. ഈ റിലേ ആണ് അത് ആക്ടിവേറ്റ് ചെയ്യണത്. അതായത് എന്താ പറയുക, ഒരു ഫിലിം പോലെ ഒരു സാധനം, ഒരു ചെറിയൊരു ഗ്ലാസ് നമ്മൾ IR ഓൺ ആകുമ്പോൾ ഈ ലെൻസിൻ്റെ ഫ്രണ്ടിലേക്ക്, അതായത് CCD ഡിവൈസിൻ്റെ മുമ്പിലേക്കായിട്ട് വന്ന് വീഴും. അതാണ് IR ഫിൽറ്റർ ചെയ്യണത്. അതിനുള്ളൊരു റിലേ ആണിത്. ഇത് IR ഓൺ ആകുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുക. ഇതാണ് ലെൻസ്. ഇതിൽ 2 ഓപ്ഷൻ അവർ ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഫാർ നിയർ, അതായത് സൂം, അതുമാതിരി ടെലി വൈഡ്, അതായത് സൂമിങ് എവിടെയുണ്ട്, സൂമിങ് ഉണ്ട്, ടെലി വൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കാണാനുണ്ട്. അതെന്താണെന്ന് എനിക്കും വ്യക്തമായിട്ടില്ല. ഇത് ഒരു 2 മെഗാ പിക്സൽ ക്യാമറയാണ്. IR CCTV 2 മെഗാ പിക്സൽ ക്യാമറയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ലെൻസിൻ്റെ ഭാഗം. ഇതാണ് കൺട്രോൾ ചെയ്യണ നോബ്. നമ്മളിത് തിരിക്കുമ്പോഴാണ് ക്യാമറയുടെ ഫോക്കസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ആവുന്നത്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാം, അത് തിരിയണത് കാണാം. എങ്ങനെയാണ് ലെൻസിൻ്റെ ഫോക്കസും സൂമിങ് ഒക്കെ ചെയ്യണത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു നോബുണ്ട്. എനിക്കാണ് ഇതാണ് ഫോക്കസിൻ്റെ നോബെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് തിരിയണ കാണാം. ഓക്കെ, മറ്റേത് സൂമിങ് ആയിരിക്കും മിക്കതും, ഇത് ഫോക്കസും ആയിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് വെരിഫോക്കൽ ക്യാമറയുടെ അകത്തുള്ള സൂമിങ്ങും അതുമാതിരി ഫോക്കസിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ നോബ് വെച്ചിട്ടാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യണത്. ഇത് തന്നെ മോട്ടറൈസ്ഡ് ക്യാമറകൾ വരുന്നുണ്ട്. അതാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺട്രോൾ ചെയ്യണത് മോട്ടറാണ്. മോട്ടർ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് DVR ത്രൂ അതിനെ നമുക്ക് ഫോക്കസ് ഫിസിക്കലി നമുക്കത് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും അതിൽ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് മോട്ടറൈസ്ഡ് ക്യാമറകൾ വരുന്നുണ്ട്. അത് അല്പം എക്സ്പെൻസീവ് ക്യാമറാസാണ് മോട്ടറൈസ്ഡ് ക്യാമറാസ്. ഓൾമോസ്റ്റ് അത് PTZ-ലും അതുമാതിരി ഉള്ള ക്യാമറകളിലാണ് വരിക. അപ്പോൾ ഇനി ഞാൻ ഈ മെക്കാനിസം ഒന്നും അഴിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം ഇത് ഞാൻ അഴിച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറും. പിന്നീട് എനിക്കത് തിരിച്ച് അതുപോലെ ഫിക്സ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ഏകദേശം നിങ്ങൾക്ക് ഈ മെക്കാനിസം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിനാണ് ഞാനത് ഇപ്പോൾ ഓപ്പൺ ചെയ്തത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി ക്യാമറയിൽ കൂടെ ഈ ലെൻസ് കൂടെ വരുന്ന ഇമേജ്, ഇവിടെ ഒരു CCD ഡിവൈസ് ഉണ്ട്. ഇതിനകത്തൊരു CCD ഡിവൈസ് ഉണ്ട്. അതായത് ഒരു ഫിലിം പോലെ ഒരു IC, ഒരു ഗ്ലാസ് ഇതുള്ള ഒരു IC ഉണ്ട്. അതിനകത്തേക്കാണ് ഇമേജ് വീഴുന്നത്. ആ IC ആണ് നമ്മുടെ ഇമേജ് സ്കാൻ ചെയ്ത് വീഡിയോ സിഗ്നലാക്കി നമുക്ക് പുറത്തേക്ക് തരുന്നത്. ഇതാണ് ആ വീഡിയോ കണക്ടർ. അതായത് വീഡിയോ സപ്ലൈ ഒക്കെ കണക്ട് ചെയ്യുന്നത് ഇതിലാണ്. ഇത് IRൻ്റെ കണക്ഷനാണ്. IR LED ആണിത്. ഇത് IR LED ആണ്. ഇത് ലൈറ്റ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡേ നൈറ്റ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു LED ആണ്. ഇതാണ് സെൻസറാണ്.
അതൊരു IR സെൻസർ തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അതിനുള്ളതാണിത്. അപ്പോൾ IRലേക്കുള്ള കണക്ഷൻ വരുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് IR LEDs. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു നമുക്ക് ഈ വയർ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനുള്ള പ്രൊസീജിയർ നോക്കാം. ഞാനതിന് വേണ്ടി ഒരു പഴയ ക്യാമറയുടെ കണക്ഷൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു ഡാമേജായ ക്യാമറ വയർ ഉണ്ടായിരുന്നു, അതിൻ്റെ കണക്ഷൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിൻ്റെ വയറും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഹിക്വിഷിൻ്റെ ക്യാമറ ആയതുകൊണ്ട് വയർ സിമിലറാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയർ തമ്മിൽ ജോയിൻറ്റ് ചെയ്തിട്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ആദ്യം നമുക്ക് ഈ വയർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ക്യാമറ റീഅസംബിൾ ചെയ്യാം. കാരണം ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുന്നത് മാത്രം നല്ലതല്ല, ഡസ്റ്റ് കയറി നാശമാവും. അതുകൊണ്ട് ആദ്യം നമുക്ക് ക്യാമറ തിരിച്ച് റീഇൻസ്റ്റാൾ ചെയ്യാം. ഫ്രണ്ട്സ്, ഇത് സ്ക്രൂ ഹോൾഡ് ചെയ്യാനുള്ളൊരു ഡിവൈസാണ്. നമുക്ക് പലർക്കും കൈ കടക്കാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ ഇത് ബെസ്റ്റാണ്. നമ്മൾ സ്ക്രൂ ഫിക്സ് ചെയ്തിട്ട് നേരെ നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്തത് സ്ക്രൂ വേണ്ട സ്ഥാനത്ത് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ.
ഞാനപ്പോൾ ഈ വയറുകളൊക്കെ സോൾഡർ ചെയ്ത് എല്ലാം അതായത് കളർ കോഡിങ് അനുസരിച്ച് സോൾഡർ ചെയ്തു. ഇനി ഇത് ഇൻസുലേറ്റ് ചെയ്ത് നമുക്ക് ഈ ഇതിൻ്റെ ക്യാമറ ഹോൾഡ് ചെയ്യണ ഈ ഹോൾഡർ, അതായത് ഇതിൻ്റെ മൗണ്ട് ചെയ്യണ ഹോൾഡർ ഫിക്സ് ചെയ്യുക. അതോടെ ക്യാമറയുടെ വർക്ക് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ക്യാമറയുടെ വർക്ക് കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തന്നു. അതായത് ഈ വയർ കട്ടായിരുന്നു, ഞാനത് വീണ്ടും വേറൊരു കണക്ടർ വെച്ച് അത് ശരിയാക്കി ക്യാമറ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ക്യാമറ വർക്ക് ചെയ്യുന്നോ എന്നുള്ളതാണ്. ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഉൾവശമൊക്കെ നിങ്ങൾക്ക് അഴിച്ച് കാണിച്ചു തന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ നന്നാക്കിയ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിനാദ്യമായിട്ട് ഞാൻ പവർ കണക്ട് ചെയ്യണത് ഒരു ബെഞ്ച് പവർ സപ്ലൈ ആണ്. ഓക്കെ, നിങ്ങൾക്കത് കാണില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പവർ കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ കണക്ട് ചെയ്യാണ്. ആദ്യം ഞാൻ ഇത് വീഡിയോ കണക്ട് ചെയ്തു. അങ്ങനെ ഞാൻ പവറും കൊടുത്തു. ഓക്കെ, ക്യാമറ ഓണായിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് കാണാം. അപ്പോൾ ഈ ക്യാമറ വർക്കിംഗ് ആയി. ഇതെൻ്റെ വർക്ക്ഷോപ്പാണ്. സ്റ്റുഡിയോ മാത്രമല്ല, ഒരു വർക്ക്ഷോപ്പും കൂടിയാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഞങ്ങൾക്ക് കാണാം. ലാസ്റ്റ് എൻഡിൽ കാണുന്നതിൻ്റെ വർക്ക് ബെഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഈ ക്യാമറ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്ത വെരിഫോക്കൽ ക്യാമറ വർക്കിംഗ് ആണ്. അതിൻ്റെ കണക്ടർ മാറിയപ്പോൾ ക്യാമറ വർക്കിംഗ് ആണ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഏകദേശം നിങ്ങൾക്ക് ഈ ക്യാമറയുടെ അകത്ത് എന്തൊക്കെയാണുള്ളത് ഇപ്പോൾ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ വെരിഫോക്കൽ ക്യാമറ വർക്ക് ചെയ്യണത്, എങ്ങനെയാണ് ഇതിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാനതൊരു ഇൻസ്റ്റലേഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് 3 ക്യാമറകൾ തമ്മിൽ മാച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരു 6mm, ഒരു 3.6mm, പിന്നെ പ്ലസ് ഈ വെരിഫോക്കൽ ക്യാമറയും ചേർത്ത് ഇമേജിൻ്റെ വ്യത്യാസങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. അത് വരുന്ന വീഡിയോയിലുണ്ടാവും. ഇതിന് മുമ്പ് ഇടേണ്ട വീഡിയോ ആയിരുന്നു, പക്ഷേ എനിക്കത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല വീഡിയോ. അതായത് എഡിറ്റിങ്ങും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.